ഈ സങ്കടമാണ് ഇവനെ. സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മളെ അതുപോലെ സ്നേഹിക്കുന്നല്ലേ. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ ഇവിടെ നമ്മളെ അതുപോലെ സ്നേഹിക്കില്ല. മൃഗത്തിൽ സ്നേഹമുള്ള ഒരു കൈമാറുകയാണ്. പ്രസിഡന്റ് കമ്മിറ്റിക്കാര് സഹൃദയരായ നാട്ടുകാരെ, ജീവാലവരുടെ ധനസഹകരണാർത്ഥം സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി മൈക്കൽ മാത്യു പൂതക്കുഴിയിൽ ഒരു പോത്തിനെ തന്ന് ഈ ലൈബ്രറിയുടെ ഇനിയുള്ള കാലത്തെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഇത്രയും വലിയൊരു പോത്തിനെയും തന്ന് ഞങ്ങളെ ലൈബ്രറിയെ സഹായിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഒത്തൊരുമയോടെ ഇനിയുള്ള കാര്യങ്ങളിലും മുന്നോട്ട് പോകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സെക്രട്ടറി. നമ്മുടെ ഈ ജീവ ലൈബ്രറി ഉദയാവറമ്പിൽ തൊമ്മച്ചൻ ചേട്ടനും ചെറുകാട്ട് മാമച്ചൻ ചേട്ടനും കൂടി സംഭാവന ചെയ്തതാണ്. അതിനുശേഷം പഴയ തലമുറകൾ ഈ ലൈബ്രറി 3 നിലകളിൽ പണിത് മനോഹരമാക്കിയിരിക്കുകയാണ്. അപ്പോ ഇന്നത്തെ കാലത്ത് ഈ ഇന്റർനെറ്റും ഫോണും ടച്ച് ഫോണും ഒക്കെ വന്നപ്പോൾ ഈ ലൈബ്രറിയിലേക്ക് ആൾക്കാർ വരാതെയായി. പുസ്തകങ്ങൾ ആരും വാങ്ങുന്നില്ല. അതുകൊണ്ട് മാസവരി ഒന്നും നമുക്ക് ഇപ്പൊ ആരുടെയൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എല്ലാ ലൈബ്രറികളിലും തന്നെ ഈ അവസ്ഥയാണ്. അതിനൊരു മാറ്റം വരുത്തേണ്ടതും നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ ഒത്തൊരുമയോടെ ഈ നാട്ടിലെ എല്ലാവരും കൂടി ഞങ്ങൾ ഓണാഘോഷം നടത്തി. അതുപോലെ തന്നെ ഗാന്ധി ജയന്തി നടത്തി, ബ്ലഡ് പരിശോധന നടത്തി. ഇനി ഞങ്ങൾക്ക് പല കാര്യങ്ങളും മുമ്പോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനെല്ലാം ഫണ്ടിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ പറ്റുന്ന ഒരു ചെറിയ സഹായം എന്ന നിലയിൽ ഈ പോത്തിനെ ഞാൻ ജീവ ലൈബ്രറിക്ക് കൈമാറുന്നു. ആ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ കൃത്യമായും സത്യസന്ധമായും ഈ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എല്ലാവരും ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ ലൈബ്രറിയുടെയും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ഈ അവസരത്തിൽ ഓർമ്മിക്കും. അതെ, ഇതിന്റെ കൊമ്പ് കണ്ടത് ഇനിയിപ്പോ ഒരു തീർപ്പില് ഇറങ്ങുള്ളൂ. അത്രമായി. ശരിക്കും ഒരു ഹരിയാന മുറ പോത്തായി.
ഇതിപ്പോ ഒരു നമ്മൾ കുറച്ച് കാലങ്ങൾ വളർത്തുന്നത് ഇത് കട്ടിയാണ് ഉള്ളിലേക്ക്